Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM സെക്കൻഡ് സെമസ്റ്റർ എക്സാംസിൽ നെക്സ്റ്റ് നടക്കാൻ പോകുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറി സബ്ജക്റ്റ് ആണ് ഗ്ലോബൽ ബിസിനസ് ഓപ്പറേഷൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമ്മൾ ഈ ഒരു സബ്ജക്റ്റിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് സിയിലുള്ള SI ചോദ്യങ്ങൾ, പാർട്ട് ബിയിലുള്ള 5 മാർക്സിന്റെ ചോദ്യങ്ങൾ, ഇതൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 മാർക്സിന്റെ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം ശ്രീനാരായണ ഓപ്പൺ യൂണിവേഴ്സിറ്റി MCOM എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. റെക്കോർഡ് ക്ലാസ്സസ് ഉള്ളത് കൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. അസൈൻമെന്റ് സപ്പോർട്ടും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. സോ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളിൽ ആദ്യത്തെ, അതിനായിട്ട് മുമ്പ് പറയാനുള്ളത്, 2 മാർക്സിൻ്റെ എന്ന് പറയുമ്പോൾ ഇത്ര വലിയ പേപ്പേഴ്സിൽ കുറച്ച് സജഷൻസ് നൽകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ സജഷൻസ് നൽകാണ് കേട്ടോ. അപ്പോൾ അതിൽ ഗ്ലോബലൈസേഷൻ എന്താണ് എന്നുള്ള കൺസെപ്റ്റ് നോക്കി വെച്ചോളൂ. പിന്നെ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ അപ്രോച്ചസ് ഉണ്ട്, പലതരത്തിലുള്ള അപ്രോച്ചസ്. സോ ആ അപ്രോച്ചസ് ഒന്ന് നോക്കിക്കോളൂ. അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം വരാൻ സാധ്യതയുണ്ട്. ഞാനത് 5 മാർക്കിൽ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എന്നാലും വേണമെങ്കിൽ ഒരെണ്ണം ഇവിടെ എടുത്ത് 2 മാർക്കിനും നമുക്ക് ചോദിക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ അപ്രോച്ചസ്. ഓക്കെ, അതാണ് മറ്റൊരു. അതിൽ അപ്രോച്ചസ് നമുക്ക് നോക്കിയാൽ കാണാം. പോളിസെൻട്രിക് ഉണ്ട്, എത്തനോസെൻട്രിക് ഉണ്ട്, സെൻട്രിക്, ജിയോ സെൻട്രിക് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരു അപ്രോച്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. എന്തായാലും നോക്കി വയ്ക്കുക. ഇനി രണ്ടാമതായിട്ട് പ്രതീക്ഷിക്കുന്നൊരു ചോദ്യം, എക്സ്പോർട്ടിങ് എന്താണ്? അതിൽ ഡിഫറെൻറ്റ് ടൈപ്സ് നോക്കാം കേട്ടോ. ആ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അതിപ്പോൾ അതിൽ നോക്കിയാൽ കാണാം, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഡിറക്റ്റ് ഉണ്ട്, ഇൻഡയറക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതെങ്കിലും ഒരെണ്ണം എക്സ്പെക്ട് ചെയ്യാമെന്ന്. ഇൻഡയറക്റ്റ് ഉണ്ട്, ഞാനത് മുഴുവൻ ഇതിൽ എഴുതി വയ്ക്കണില്ല. കോപ്പറേറ്റീവ് ഉണ്ട്, ഇൻട്രാ കോർപ്പറേറ്റ് ഉണ്ട്, ഇൻട്രാപോർട്ട് ട്രേഡ് ഉണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം, ഞാൻ മുഴുവൻ എഴുതേണ്ട ആവശ്യമില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. എക്സ്പോർട്ടിങ്ങിലെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. നിർബന്ധമായും നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ്, ഫ്രാഞ്ചൈസിങ് എന്താണ്? അതുപോലെ തന്നെ ലൈസൻസിങ് എന്താണ്? അതിൻ്റെ ഡിഫറൻസ് ചോദിക്കാം. പിന്നെ സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്? അതൊക്കെ സെയിം ചാപ്റ്ററാണ്. സ്ട്രാറ്റജിക് അലയൻസ് എന്താണ്? ടേൺ കീ പ്രോജക്ട്സ് എന്താണ്? ഇതൊക്കെ 2 മാർക്കിൻ്റെയിലേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ദെൻ കൗണ്ടർ ട്രേഡ് എന്താണ്? ഫോറക്സ് ട്രേഡ് എന്താണ്? ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി വെച്ചോളൂ. നെക്സ്റ്റ് സജഷനാണ്, കൗണ്ടർ ട്രേഡ് എന്താണ്? ഫോറക്സ് ട്രേഡ് എന്താണ്? ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളാണ്. ദെൻ നെക്സ്റ്റ്, ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫോഴ്സസ് ഉണ്ട്. ഫോഴ്സസ് ഓഫ് ഇൻ്റർനാഷണൽ എൻവയോൺമെൻറ്റ്. അത് പിന്നെ മെത്തേഡ്സ് ഓഫ് സ്കാനിങ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ് ഉണ്ട്. അതും കൂടി നോക്കി വെച്ചോളൂ, 2 മാർക്കിന് വരാം. മെത്തേഡ്സ് ഓഫ് സ്കാനിങ് ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റ്. അപ്പോൾ ഫോഴ്സസോ അതുപോലെ തന്നെ ഈ പറയുന്ന മെത്തേഡ്സോ അതിലേതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് 2 മാർക്കിന് നമുക്ക് ചോദിക്കാം. ഓക്കെ, അതാണ് മറ്റൊരു സജഷൻ. ഇനി ആ ഒരു ചാപ്റ്ററിൽ തന്നെ മെർക്കൻറ്റലിസം, ഞാനത്
5 മാർക്കിനും എക്സ്പെക്ട് ചെയ്യുന്നൊരു ചോദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 മാർക്കിനും ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അത് നോക്കിക്കോളൂ. ദെൻ നെക്സ്റ്റ് സജഷനാണ് MNCയുടെ കൂടെ തന്നെ ഡൊമസ്റ്റിക് കോർപ്പറേഷൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം. ഡൊമസ്റ്റിക് കോർപ്പറേഷൻസ് എന്താണെന്നുള്ളത് ചോദിക്കാം. ദെൻ FPI എന്താണ്? FDI ഉണ്ട്, FPI ഉണ്ട്. FPI എന്താണ് ചോദിക്കാം. പിന്നെ FDIയുടെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും എടുത്ത് ചോദിക്കാം. FDIയുടെ ടൈപ്സ് ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ, അതിലേതെങ്കിലും വേണമെങ്കിൽ എടുത്ത് ചോദിക്കാം. നിർബന്ധമായി നോക്കി വയ്ക്കുക. ദെൻ നെക്സ്റ്റ് FIIA 2 മാർക്കിന് ചോദിക്കാം. പിന്നെ പ്രിഫറൻഷ്യൽ ട്രേഡ് അതിനെ പറ്റിയിട്ട് PTA ഉണ്ട്. പിന്നെ FTA ഉണ്ട്, ഫ്രീ ട്രേഡ് അഗ്രിമെൻറ്റ്. പിന്നെ യൂറോപ്യൻ യൂണിയൻ EU അതിനെ പറ്റിയിട്ട് ചോദിക്കാം. ഇതൊക്കെ നമുക്ക് 2 മാർക്സിലേക്ക് സ്കോപ്പുള്ള ചോദ്യങ്ങളാണ്. പിന്നെ ട്രിംസ് എന്താണ് ചോദിക്കാം. ദെൻ WTO എന്താണ്, ഗാട്ട് ചോദിക്കാം. ഓക്കെ, ADB ഞാൻ സെപ്പറേറ്റ് എഴുതാം. ADB ചോദിക്കാം. അത് ഞാൻ ഈ 5 മാർക്കിലും എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ IBRD ഉണ്ട്, IMF ഉണ്ട്. ഇതൊക്കെ എന്താണെന്നുള്ളത് നോക്കി വയ്ക്കുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് 2 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ 2 മാർക്സിന് പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോവുകയാണെങ്കിൽ, നമ്പർ 1 ഗ്ലോബലൈസേഷൻ എന്താണ്, പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ്സിൻ്റെ അപ്രോച്ചസിൽ ഏതെങ്കിലും ഒരെണ്ണം, എക്സ്പോർട്ടിങ് എന്താണ്, ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, ഫ്രാഞ്ചൈസിങ്, ലൈസൻസിങ്, സ്ട്രാറ്റജിക് അലയൻസ്, ടേൺ കീ പ്രോജക്ട്സ്, കൗണ്ടർ ട്രേഡ്, ഫോറക്സ് ട്രേഡ്, പിന്നെ ഇൻ്റർനാഷണൽ ബിസിനസ് എൻവയോൺമെൻറ്റിൻ്റെ ഫോഴ്സസ്, മെത്തേഡ്സ് ഓഫ് സ്കാനിങ്, മെർക്കൻറ്റലിസം, ഡൊമസ്റ്റിക് കോർപ്പറേഷൻസ്, FPI, FDIയുടെ ഡിഫറെൻറ്റ് ടൈപ്സിൽ ഏതെങ്കിലും ഒരെണ്ണം, FIIA, ദെൻ PTA എന്താണ്, FTA എന്താണ്, യൂറോപ്യൻ യൂണിയൻ, ട്രിംസ്, WTO, ഗാട്ട്, ADB, IBRD, IMF. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങൾ. സോ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ആൻഡ് ഫൈനലി ഇത്. സോ ഞാൻ വീണ്ടും പറയുന്നു, ഇത്ര വലിയൊരു പേപ്പറിൽ നിന്ന് കുറച്ച് സജഷൻസ് നൽകാൻ വളരെ ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് സജഷൻസ് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.